സ്വർണം പണയം വെച്ചാൽ കാശ് കയ്യിൽ കിട്ടില്ല. തമിഴ്നാട്ടുകാർ ഒന്നിച്ച് എതിർക്കുന്നു. കേരളത്തിലും അമർഷം. സ്വർണ വായ്പയെ സംബന്ധിച്ച് RBI പുറത്തിറക്കിയ പുതിയ കരട് നിർദ്ദേശങ്ങൾക്കെതിരായ എതിർപ്പുകൾ കൂടുതൽ ശക്തമാകുന്നു. തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതൽ ശക്തമായ എതിർപ്പുകൾ വരുന്നത്. കൃഷിക്കാരും ചെറുകിട സംരംഭകരും മുതൽ സംസ്ഥാന സർക്കാർ തന്നെ കരട് നിർദ്ദേശങ്ങളെ എതിർക്കുന്നു. ഉയർന്ന പലിശ നിരക്ക് സ്വർണ വായ്പ ലഭിക്കുന്നതിന് സ്വകാര്യ പണമിടപാടുകാരെ സമീപിക്കാൻ നിർബന്ധിതരാക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കർഷകർക്ക് 4% പലിശയ്ക്ക് ലഭിച്ചിരുന്ന സ്വർണ പണയ വായ്പ പദ്ധതി കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും RBIയും ഇതിനോടകം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് കർഷകരെ സാരമായി ബാധിച്ചു. പലിശ മാത്രം അടച്ച് സ്വർണ വായ്പകൾ പുതുക്കുന്ന രീതിയാണ് പലരും തുടരുന്നത്. എന്നാൽ മുഴുവൻ തുകയും അടച്ചതിനുശേഷം വായ്പകൾ തീർത്ത് പിന്നീട് പുതിയ വായ്പയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ വരുന്ന നിർദ്ദേശം. ഇത് കർഷകരെയും പൊതുജനങ്ങളെയും കടുത്ത ബുദ്ധിമുട്ടിലാക്കും. തമിഴ്നാട്ടിലെ കർഷക സംഘം നേതാവ് ഏസാൻ മുരുകസ്വാമി പറഞ്ഞു. അടുത്തിടെ പുറപ്പെടുവിച്ച ചില അധിക മാർഗനിർദ്ദേശങ്ങളിൽ ആഭരണങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രസീതോ തെളിവോ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വർണ്ണ നാണയങ്ങൾക്ക് വായ്പകൾ നൽകില്ല. കൂടാതെ പണയപ്പെടുത്തിയ ആഭരണങ്ങളുടെ മൂല്യത്തിന്റെ 75% മാത്രമേ വായ്പയായി നൽകൂ. ഉയർന്ന പലിശ നിരക്കിൽ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ കമ്പനികളിലേക്ക് കർഷകരെയും ഇടത്തരക്കാരെയും നയിക്കുന്നതിലേക്കാണ് ഈ നിർദ്ദേശങ്ങൾ എത്തിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയന്തര സാമ്പത്തിക ആവശ്യം വരുമ്പോൾ സ്വർണ വായ്പകളെ ആശ്രയിക്കുന്ന MSME യൂണിറ്റ് ഓപ്പറേറ്റർമാരെ പുതിയ നിർദ്ദേശം വലിയ രീതിയിൽ ബാധിക്കുന്നതായി തമിഴ്നാട് അസോസിയേഷൻ ഓഫ് കോട്ടേജ് ആൻഡ് ടൈനി എന്റർപ്രൈസസ് (ITACET) പ്രസിഡന്റ് ജെ ജെയിംസ് പറയുന്നതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ശരാശരി 9.75% പലിശയ്ക്ക് സ്വർണ വായ്പ എടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ശരാശരി 22% പലിശ നിരക്കിൽ വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരിൽ നിന്നും സംഘടനകളിൽ നിന്നുള്ള എതിർപ്പുകൾ ശക്തമാകുന്നതിന് ഇടയിലാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസുവും രംഗത്ത് വരുന്നത്. സ്വർണ വായ്പകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വായ്പ മൂല്യാനുപാതം 75% ആയി കുറയ്ക്കുന്നതും അമിതമായ രേഖകൾ ഉപയോഗിച്ച് വായ്പക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും അടിയന്തര ഘട്ടങ്ങളിൽ അത്തരം വായ്പകളെ ആശ്രയിക്കുന്ന ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. പൂർണ്ണമായ തിരിച്ചടവ് വരെ പുതുക്കി വയ്ക്കുന്നത് അനുവദിക്കില്ലെന്ന നിർദ്ദേശം ശരിയല്ല. ഈ നടപടികൾ ദുർബലരോടുള്ള വ്യവസ്ഥാപരമായ അനീതിയാണ്. RBI അനുകമ്പയുള്ളതും ജനകേന്ദ്രീകൃതവുമായ നയങ്ങൾ സ്വീകരിക്കണമെന്ന് തെന്നരസു കൂട്ടിച്ചേർത്തു. തമിഴ് മാനില കോൺഗ്രസ് മൂപ്പനാർ പ്രസിഡന്റ് GK വാസനും RBI തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. സ്വർണ വായ്പ ലഭിക്കുന്നതിന് RBI ഏർപ്പെടുത്തുന്ന പുതിയ നിർദ്ദേശങ്ങൾ ദരിദ്രരെയും മധ്യവർഗത്തെയും മാത്രമല്ല സൂക്ഷ്മ ചെറുകിട ബിസിനസ്സുകളെയും കർഷകരെയും ബാധിക്കും. ദരിദ്രരുടെ പ്രയോജനത്തിനായി സ്വർണ വായ്പ ലഭിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലും ഈ വിഷയത്തിൽ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വർണപണയ വായ്പകൾക്ക് RBI മുന്നോട്ടുവെച്ച പ്രധാന നിർദ്ദേശങ്ങൾ: ലോൺ ടു വാല്യൂ LTV റേഷ്യോ 75%. എല്ലാ സ്വർണ വായ്പകൾക്കും LTV റേഷ്യോ 75% നിജപ്പെടുത്തിയിരിക്കുന്നു. അതായത് പണയം വെച്ച സ്വർണത്തിന്റെ മാർക്കറ്റ് മൂല്യത്തിന്റെ 75% വരെ മാത്രമേ വായ്പ നൽകൂ. കോവിഡ് കാലത്ത് LTV 90% താൽക്കാലികമായി ഉയർത്തിയിരുന്നെങ്കിലും 2021 മാർച്ചിന് ശേഷം ഇത് 75%ലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. സ്വർണത്തിന്റെ ഉടമസ്ഥത. വായ്പക്കാർ സ്വർണത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ നൽകണം. ഉടമസ്ഥത സംബന്ധിച്ച സംശയമുള്ള സ്വർണത്തിന് വായ്പ നൽകില്ല. ശുദ്ധതയും മൂല്യനിർണ്ണയവും. സ്വർണത്തിന്റെ ശുദ്ധത, പ്യൂരിറ്റി, ഭാരം, ഗ്രോസ് ആൻഡ് നെറ്റ് വെയ്റ്റ്, കല്ലുകൾ, ഫാസ്റ്റനിങ്ങുകൾ എന്നിവയുടെ കിഴിവുകൾ എന്നിവ നിർണ്ണയിക്കുന്നതിന് ഏകീകൃതവും സുതാര്യവുമായ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തണം. വായ്പക്കാരന്റെ സാന്നിധ്യത്തിൽ സ്വർണം മൂല്യനിർണ്ണയം നടത്തണം. ശുദ്ധത, ഭാരം, മൂല്യം എന്നിവ വിശദീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണം. പണയം ലഭിക്കുന്നത് 22 കാരറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശുദ്ധതയുള്ള സ്വർണ്ണ ആഭരണങ്ങൾ, ഓർണമെന്റുകൾ, ബാങ്കുകൾ വിൽക്കുന്ന പ്രത്യേകം നിർമ്മിത സ്വർണ്ണ നാണയങ്ങൾ, ഗോൾഡ് കോയിൻസ് എന്നിവ മാത്രമേ വായ്പയ്ക്ക് സ്വീകരിക്കൂ. ഒരു വായ്പക്കാരന് പരമാവധി 1 കിലോഗ്രാം സ്വർണ്ണ ആഭരണങ്ങളും 50 ഗ്രാം സ്വർണ്ണ നാണയങ്ങളും പണയം വയ്ക്കാം. 925 ശുദ്ധതയുള്ള വെള്ളി ആഭരണങ്ങൾ, ഓർണമെന്റുകൾ, ബാങ്കുകൾ വിൽക്കുന്ന വെള്ളി നാണയങ്ങൾ എന്നിവയും വായ്പയ്ക്ക് അനുവദനീയമാണ്. വായ്പ പുതുക്കല്. വായ്പ സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലാണെങ്കിലും LTV പരിധിക്കുള്ളിലാണെങ്കിൽ മാത്രമേ പുതുക്കലോ റിന്യൂവൽ ടോപ്പ് അപ്പോ അനുവദിക്കൂ. മുമ്പ് വായ്പക്കാർ പലിശ മാത്രം അടച്ച് വായ്പ കാലാവധി നീട്ടിയിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ മുഴുവൻ പ്രിൻസിപ്പൽ തുകയും പലിശയും അടച്ച ശേഷം മാത്രമേ സ്വർണം വീണ്ടും പണയം വെച്ച് വായ്പ പുതുക്കാൻ സാധിക്കൂ. പണയവസ്തു തിരികെ നൽകല്. പൂർണ്ണ തിരിച്ചടവിന് ശേഷം 7 പ്രവൃത്തി ദിനങ്ങളിൽ സ്വർണം തിരികെ നൽകണം. വൈകിയാൽ ഓരോ ദിവസത്തിനും 5000 രൂപ പിഴ ലെൻഡർ നൽകണം. ഡിഫോൾട്ടിന്റെ കാര്യത്തിൽ ലേല നടപടികൾ സുതാര്യമായിരിക്കണം. വായ്പക്കാരന് മുൻകൂർ നോട്ടീസ് നൽകണം. പണം അക്കൗണ്ടിലേക്ക്. 20,000 രൂപയുടെ വായ്പ തുക മാത്രമേ പണയം വെക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് നൽകുകയുള്ളൂ. ഇതിൽ കൂടുതലാണെങ്കിൽ വായ്പാ തുക ഇടപാടുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം.